അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് മാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ബിയദിക ലതഖീലതി അദ്രിക്നി യാ റസൂലല്ലാ യാ ഹബീബല്ലാ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ പണ്ഡിതന്മാരും അതുപോലെ വിവിധങ്ങളായ നിലകളിൽ അറിയപ്പെടുന്ന ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളും പുണ്യ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിമാരിൽ നമുക്ക് കാണാൻ പറ്റും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, വലിയ പണ്ഡിതനാണ് എന്നതിൻ്റെ അപ്പുറം പുണ്യ റസൂലുള്ളാഹി തങ്ങൾ ദുആയിരുന്നു ആ കുട്ടിയായിരിക്കുമ്പോൾ, അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ വഫഖിഹു ഫിദ്ദീൻ എന്നുള്ള ദുആകൾ ചരിത്രങ്ങളിൽ കാണാം. അല്ലാഹുവേ, ഈ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ, ഈ കുട്ടിക്ക് ദീനിയായ കാര്യങ്ങൾ മനസ്സിലായി കൊടുക്കണേ, ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലായി കൊടുക്കണേ. ഇങ്ങനെയുള്ള ദുആകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് സ്വഹാബിമാരിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് ഉണ്ടായ ഒരു പ്രത്യേകമായിട്ടുള്ള ബഹുമാനം. അതാണ് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. അഥവാ നമ്മൾ ഏതൊരു ഖുർആനിൻ്റെ ആയത്ത് എടുത്തു പരിശോധിച്ചാലും അവിടങ്ങളിലൊക്കെ ഒരുപാട് തഫ്സീറുകൾ നമുക്ക് കാണാൻ പറ്റുന്നു. അവിടങ്ങളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അഭിപ്രായം എന്താണ് എന്ന് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് ഖുർആൻ മുഫസ്സിറുകളായ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളോടൊപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അഭിപ്രായവും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന ഉമർ റളിയല്ലാഹു അൻഹു യുദ്ഖിൽനി മഅ ശിയാഹി ബദർ. ബദറിൽ പങ്കെടുത്ത വലിയ വയസ്സായ സ്വഹാബിമാരോടൊപ്പം എന്നെയും ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ കൂടിയാലോചനാ സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഫകഅന്നഹും, എന്നാൽ അവർക്ക് ഉണ്ടാകുന്ന ഒരനുഭവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവരുടെയൊക്കെ മനസ്സിൽ എന്നോടൊരു താല്പര്യക്കുറവ് എനിക്ക് തോന്നാറുണ്ട്. ചിലർ പറയാറുണ്ട്, ലിമ യദ്ഹുലുവാദ മാന വലന അബ്നാഉ മിസ്ലു, എന്തിനാണ് ഈ കുട്ടിയെ ഇവിടെ നിങ്ങൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്, ഞങ്ങൾക്കുണ്ടല്ലോ ഇതുപോലത്തെ കുട്ടി. ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഈ കുട്ടി നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയല്ല, ഈ കുട്ടി വലിയ പണ്ഡിതനാണ്, ഈ കുട്ടി ഖുർആൻ വ്യാഖ്യാനം അറിയുന്ന പണ്ഡിതനാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു ആയത്തിനെ പറ്റി ഒരു ചർച്ച വന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ചെറിയൊരർത്ഥം അങ്ങനെയാണ്.
എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവിടെ കൂടിയ എല്ലാവരോടും അഭിപ്രായങ്ങൾ ചോദിച്ചു. ചിലർ പറഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം ഉമിർന നഹ്മദുല്ലാഹ വ നസ്തഗ്ഫിറുഹു, ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ നമ്മൾ ധാരാളം സ്തുതിക്കണം, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം, ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചിലർ പറഞ്ഞു. ചിലരൊന്നും മിണ്ടിയതും ഇല്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു, അകദാലിക തഖൂലു ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസെ നിങ്ങളും ഇതുപോലെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിങ്ങൾ അഭിപ്രായം പറയൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹുവ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവധി അടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയതിലൂടെ ഉണ്ടായത്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അവർക്കൊക്കെ വലിയ ഒരു സമാധാനം വരികയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഅലമു മിന്നാ ഇല്ലാ മാ തഖൂൽ, നിങ്ങൾ പറഞ്ഞതല്ലാത്ത ഒന്നും എനിക്കും അറിയൂല. ഈ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തുകയാണ്. ഈ ഹദീസിൽ നമുക്ക് ലഭ്യമാകുന്ന പാഠം എന്താണ്? ഒന്നാമത്തെ ഒരു പാഠം, മനുഷ്യൻ്റെ അവധി എത്തുമ്പോൾ അവസാന നാളുകളിൽ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം. കാരണം വേറൊരു ഹദീസ് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം പുണ്യ റസൂലുള്ളാഹി നിസ്കരിക്കുമ്പോൾ, സുന്നത്തുകളൊക്കെ നിസ്കരിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും എന്ന് ഹദീസിൽ കാണാം. രണ്ടാമത്തെ ഈ ഹദീസിൽ നമുക്ക് ലഭ്യമാകുന്ന അറിവ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ മഹത്താണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നാണ് അവരുടെ പേര്. അവിടെ ഖബർ ഉള്ളത് ത്വായിഫിലാണ്. ഹജ്ജിന് ഉംറക്കൊക്കെ പോയ ആളുകൾ അവിടെ പോയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ പോകാനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഇനിയും അവിടെ പോകാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മളാളുകളുമായിട്ട് പോകുമ്പോഴൊക്കെ അവിടെ പോകാറുണ്ട്, അള്ളാഹു സ്വീകരിക്കട്ടെ. വിധങ്ങളായ മുറാദുകളൊക്കെ അവിടെ ചെന്ന് സിയാറത്ത് ചെയ്താൽ ഹാസിലാകാറുണ്ട് എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഓർമ്മശക്തിയും ഖുർആനിലുള്ള അതേവരുടെ കഴിവും ഖുർആൻ വ്യാഖ്യാനത്തിനുള്ള അവരുടെ ആ ഒരു മികവുമൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഇൽമിനും പണ്ഡിതന്മാർക്കും മഹത്വമുണ്ട്. അതാണല്ലോ പ്രായമുള്ള ആളുകൾ ഇരിക്കുന്ന ഒരു കൂടിയാലോചന സമിതിയിൽ ഒരു പണ്ഡിതനായ ഒരു കുട്ടിയെ, ഒരു ചെറുപ്പക്കാരനെ ഉൾപ്പെടുത്താൻ ഉമർ റളിയല്ലാഹു അൻഹു സന്നദ്ധനായത്. ഇങ്ങനെ തുടങ്ങിയ കുറേ സന്ദേശങ്ങൾ ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്. എന്ന് മാത്രമല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. എന്തിനാണ്? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് അടുത്തിട്ടുണ്ടെന്നാണല്ലോ ഇതിൻ്റെ സൂചന. റസൂലുള്ളാഹി ആരാ? ഒരു തെറ്റും ചെയ്യാത്ത ആളല്ലേ? ഒരു തെറ്റും ചെയ്യാത്ത റസൂലുള്ളാഹി തങ്ങൾ ഈ സൂറത്ത് ഇറങ്ങുമ്പോൾ തൻ്റെ അവധി അടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച ആ മുത്തുനബി തങ്ങൾ, അവരുടെ മാതൃകയല്ലേ നമ്മളൊക്കെ പിൻപറ്റേണ്ടത്. നമ്മളൊക്കെ എത്രയോ തെറ്റ് ചെയ്യുന്നവരാണ്. നമുക്ക് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ സാധിക്കണം. അതിന് സഹായകമാകണം ഈ വീഡിയോ എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ, ആഫിയത്തും ദീർഘായുസ്സും നമുക്ക് നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.